என் மேய்ப்பர் நீர்தானையா, எனக்கு என்ன குறையே இல்லை. என் மேய்ப்பர் நீர்தானையா, எனக்கு என்ன குறையே இல்லை. நான் ஏன் கலங்கணும் என்ன என் இருக்கையில, நான் ஏன் கலங்கணும் என்ன என் இருக்கையில. மீட்பர் நேர்தானையா, எனக்கு என குறையே இல்லை. ஆத்தும தேற்றுகின்றீர், ஆவி பொழிகின்றீர், புது உயிர் தருகின்றீர். ஆத்தும தேற்றுகிறீர், ஆவி பொழிகிறீர், புது உயிர் தருகின்றீர். நான் ஏன் கலங்கணும் என்ன என் இருக்கையில, நான் ஏன் கலங்கணும் என்ன என் இருக்கையில. என் மீட்பர் நீர்தானையா, எனக்கு என்ன குறையே இல்லை. என் மீட்பர் நீர்தானையா, எனக்கு என்ன குறையே இல்லை. என் மேய்ப்பர் நீர்தானையா, எனக்கு என்ன குறையே இல்லை. என் மேய்ப்பர் நீர்தானையா, எனக்கு என்ன குறையே இல்லை. ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും കുടുംബവുമായി സന്തോഷമായിരിക്കുന്നു. നിങ്ങളെ സ്വകാരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അവിടെ ഉള്ളതോർ ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നല്ലോ. ഈ പ്രസംഗം വല്ലവർക്കും ഒന്ന് ഒരു 2 പേർക്കെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണേ, മറക്കല്ലേ. സ്തോത്രം. ഞാൻ അയക്കുന്ന സന്ദേശങ്ങൾ ഉള്ളി ദൈവമക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പുറത്തുള്ളവർക്ക് ഇട്ട് കൊടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല. കാരണം അവർക്കിത് മനസ്സിലാകത്തില്ല. നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ ദൈവവചനത്തിനകത്തു നിന്നും ദൈവജനത്തോടുമായതിനാൽ ഈ സന്ദേശം ദൈവജനത്തിനാണ് വളരെ പ്രയോജനം ചെയ്യുന്നത്. പുറത്തുള്ളവർക്ക് വേണ്ടി ഞാൻ സന്ദേശം ചെയ്യാറുണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഫോർവേഡ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? പുതപ്പിനകത്ത് കുറച്ച് അടഞ്ഞും കൂടി ഇരിക്കുകയാണോ? എഴുന്നേറ്റോ? രാവിലെ എനിക്ക് ഈ 5 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരികയല്ല. രാവിലെ വെളുപ്പിനെ എത്ര ദൂരെ യാത്ര ചെയ്ത് ഞാൻ വന്നാലും ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. 5 മണിക്ക് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റിരിക്കും. പിന്നെ പ്രാർത്ഥിക്കാനുള്ള സമയങ്ങൾ എനിക്ക് പല സമയം ഞാൻ പ്രാർത്ഥിക്കാൻ കണ്ടെത്താറുണ്ട്. ഒരു പ്രത്യേകമായ സമയം ഞാൻ പ്രാർത്ഥിക്കാൻ കണ്ടെത്താറില്ല. പല സമയങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ തനിയെ വാഹനം ഓടിച്ചുകൊണ്ട് ദീർഘദൂരം 5-6 മണിക്കൂർ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം നിങ്ങളും ദൈവത്തോട് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചില ആൾക്കാരുണ്ട്, മുതലാളി വരുമ്പോഴത്തേക്ക് ഭയങ്കര പണിയെടുക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ഇനി കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ഈ സൂപ്പർവൈസർമാരുണ്ട് ഈ സൈറ്റിലൊക്കെ. സൂപ്പർവൈസർമാർ അവരിടയ്ക്ക് നിന്ന് ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ പണിയെടുക്കുന്ന ആൾക്കാർ ഇച്ചിരി ഉഴപ്പുമല്ല, കുറച്ച് സ്പീഡ് കുറയും. ഇനി ആ ഒരു സൂപ്പർവൈസർ ഇച്ചിരി കട്ട് ആൻഡ് റൈറ്റ് ആളാണെങ്കിൽ പറയേ വേണ്ട, നമ്മുടെ ആൾക്കാരുടെ പണി ഭയങ്കര സ്പീഡായിരിക്കും, ഇല്ലേ?
ചില ആൾക്കാർ അങ്ങനെയാണ്, ചില ആൾക്കാർ അങ്ങനെയാണ്, നമുക്കറിയാം. ഇതുപോലെ തന്നെ എല്ലാ മേഖലയിലുണ്ട്. ഒരു കമ്പനിയിലായിക്കോട്ടെ, കമ്പനിയിലെ ഓണർ വരുമ്പോഴത്തേക്ക് ഭയങ്കര പണി, ഭയങ്കര പണി, നിലം തൊടാതെ പണി. അയാളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചങ്ങരൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ തന്നെ. ഈ തിരുവചനത്തിൽ അതിന് കൃത്യമായിട്ട് അപ്പോസ്തലൻ പൗലോസ് സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ, എഫെസോസിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരൊക്കെ എഴുതി തീർക്കാൻ പോവാണ്. അതിന് മുമ്പ് അധ്യായം തീരുന്നതിന് മുമ്പ് അവർക്ക് ഈ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ എഫെസോസിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുന്ന പൗലോസ് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം നിങ്ങൾക്കറിയാം, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാവേ. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എഫെസ്യൻസ് ചാപ്റ്റർ 6 verse 6. We can read there, in not with eye service and man pleasures, but as the servants of Christ, doing the will of God from the heart എന്ന് എഴുതിയിരിക്കുന്നത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. മനുഷ്യരെ അല്ല, കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസന്മാരെ എന്ന് പറഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ തുടങ്ങുന്ന വാക്യമാണ്. അതങ്ങ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെയാണ്. സ്തോത്രം. ഈ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ദൈവമക്കളായവരെ, ഈ ചില ആൾക്കാർ നമ്മുടെ ഇടയ്ക്കും ഇങ്ങനെ ഉണ്ട്. സെൻട്രൽ പാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഹാർഡ് വർക്ക്. അതില്ലെങ്കിലോ ഒരു ഹാർഡ് വർക്കും ഇല്ല. ആ പണി നടക്കുന്നുണ്ട് അവിടെ, പക്ഷെ സ്പീഡ് ചിലപ്പോൾ അറിയാത്തല്ലോ. ചില ആൾക്കാർ ടീം വർക്കിനകത്തും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ടീം വർക്കിനകത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജറോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരുവാണെങ്കിൽ ഇവരങ്ങോട്ട് പണിയല്ലേ, എൻ്റെ ദൈവം, ഒരു രക്ഷയില്ല. ലോറി എടുത്ത് അവർ തിരിച്ചു പോകും. അതുപോലത്തെ പണി. എന്നാൽ അദ്ദേഹം ഇല്ലെങ്കിലോ അവർ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 9 മണിയാവും. അതാണ് അവസ്ഥ. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുക, ദൃഷ്ടി സേവ. ഇതും ഒരു സേവ തന്നെയാണ്. സേവയാണല്ലോ ഇതിന്റെ പുറകിലും. ദൃഷ്ടി സേവ വേണ്ട, അത് വേണ്ടെന്ന് പറയുക. എന്നിട്ട് എങ്ങനെ വേണമെന്നറിയോ? ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം മനസ്സോടെ ചെയ്യുക. മനസ്സോടെ ചെയ്യുക. ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാതെ മനസ്സോടെ ചെയ്യുക. സ്തോത്രം. ഈ മനസ്സോടെ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയല്ല. മനസ്സോടെ ചെയ്യുക. നമ്മൾ പലയിടത്തും ശുശ്രൂഷയുമായി കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർ പറയും, ഭാഷ ചെയ്യണ്ട, ഇവിടെ അതിന് ആളുണ്ട്. തൂത്തുവാരണ്ട, ഞാൻ ഇവിടെ ആളുണ്ട്. നിങ്ങൾ അടിക്കണ്ട, നിങ്ങളത് ക്ലീൻ ചെയ്യണ്ട, നിങ്ങൾ കസേര ഇടണ്ട, നിങ്ങൾ സ്റ്റേജിൽ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ കാര്യം മാത്രം ചെയ്താൽ മതി. സ്തോത്രം. ഈ മനസ്സോടെ ചെയ്യുന്ന കാര്യം വരുമ്പോഴാണ് ദൈവം അത് മാർക്ക് ചെയ്യുന്നത്. കേട്ടോ, മനസ്സോടെ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യം ചെയ്താലും അത് കർത്താവിനെന്ന വണ്ണം ചെയ്യാൻ നാം ഉത്സാഹിക്കണം. കേട്ടോ, ഏത് കാര്യം ചെയ്താലും. ഞാനീ പറഞ്ഞ കാര്യം, ഈ ദൃഷ്ടിസേവ ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും ഇത് കാണാം, എല്ലായിടത്തും കാണാം. ചില ആൾക്കാരുടെ നമ്മളന്ന് അതിശയിച്ചു പോകും. അയ്യോ, ഇവരാണോ ഈ ചെയ്യുന്നത് ചിന്തിച്ചു പോകും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിന്റെ മെയിൻ ആൾ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയ എഫെസോസിലുള്ള ദൈവമക്കളോടും ദൈവദാസന്മാരോടും പറയാണ്, ആ പണി അങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞു. അത് വേണ്ട. ഞാനിവിടെ ഇല്ലെങ്കിലും ഞാൻ വരുമ്പോഴുള്ള നിങ്ങളുടെ ഈ ഉത്സാഹവും ചാട്ടവും മറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ട. ഇത് നിങ്ങൾ മനസ്സോടെയാണെങ്കിൽ, ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യും. ഇതാ പൗലോസിന്റെ
പരിശുദ്ധാത്മാവിലുള്ള സഭയെക്കുറിച്ചുള്ള വീക്ഷണം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ചെയ്യണം. ഞാനില്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം. നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തതെന്ന് കർത്താവിനും അറിയാം. അത് മാത്രമല്ല, നിങ്ങൾ മറ്റൊന്നിനെയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. സ്തോത്രം. ഞാനിതിന് ഇത്ര ഓപ്പണായിട്ട് പറഞ്ഞെന്നറിയോ? മനുഷ്യരെ അല്ല നമുക്ക് പ്രസാദിപ്പിക്കേണ്ടത്. നമുക്ക് പ്രസാദിപ്പിക്കേണ്ടത് കർത്താവിനെയാണ്. ഈ മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണേ കാലും കൂടെ തിരുമ്മിത്തരും, കാല് ഞെക്കിത്തരും, കാല് തിരുമ്മിത്തരും. എപ്പോഴാ ഇവൻ കാലെ പിടിച്ച് വലിച്ച് താഴെ ഇടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ഒന്നും ചെയ്യേണ്ടതേ, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ഒന്നും ചെയ്യേണ്ട. ഞാൻ ഈ 1992 ഞാൻ ദൈവവചനം പഠിക്കാൻ ബൈബിൾ കോളേജ് ചെന്നപ്പോഴേ, ഞാൻ പഠിച്ച കോളേജിൽ 300-ലധികം സ്റ്റുഡൻ്റ് ഉണ്ട്. എൻ്റെ ബാച്ചിൽ തന്നെ, ഞാൻ പഠിച്ച ബാച്ചിൽ അത്ര സ്റ്റുഡൻ്റ് ഉണ്ട്. 300-ലധികം സ്റ്റുഡൻ്റ് ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഏകദേശം 70 മേലെ ഉണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. അത്ര സ്റ്റുഡൻ്റാണ് എൻ്റെ ക്ലാസ്സിലിരുന്നത്. ക്ലാസ് റൂമുകൾ കുറവായിരുന്നു, അതുകൊണ്ട് കമ്പൈൻ സ്റ്റഡിയായിരുന്നു കൂടുതലും. പ്രധാനപ്പെട്ട ദേവദാസന്മാരൊക്കെ വരുമ്പോൾ ഗ്രൂപ്പായിട്ടുള്ള സ്റ്റഡിയാണ്, ഒരുമിച്ചുള്ള സ്റ്റഡിയാണ്, അസംബിൾഡാണ്. അപ്പം ഈ അവിടെയൊക്കെ ഈ എല്ലാ കോളേജിലുള്ളത് പോലെ ഇതുണ്ട്, നമുക്ക് വർക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടിയുണ്ട്. അപ്പം ഈ ഡ്യൂട്ടി സമയത്ത് എല്ലാവർക്കും വ്യത്യസ്തമായ ഡ്യൂട്ടിയാണ്. എല്ലാവർക്കും ഒരേ ഡ്യൂട്ടി എല്ലാ ദിവസവും കിട്ടത്തില്ല. ചിലർ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവരങ്ങ് സമർപ്പണത്തോടെ അങ്ങ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ചിലരങ്ങനെയല്ല. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ ഡ്യൂട്ടി നിലക്കടല പറിക്കാനായിരുന്നു. അപ്പം ഈ നിലക്കടല പറിക്കാൻ ഓൾറെഡി അവിടെ വെള്ളം തിളച്ച് റെഡിയാക്കി ഇട്ടേക്കുകയാണ്. ഒരു പിടി പിടിച്ചാൽ ഇനി പോലും സാധനം അത്രേ ഉള്ളൂ. അപ്പം നിലക്കടല പറിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ പോയി. അപ്പം 10-15 പേര് നിന്ന് നിലക്കടല പറിക്കുക. ഈ സാറ് ഇടയ്ക്ക് വരും നോക്കാൻ. ഈ സാറ് വരാത്ത സമയം അവിടെ ഇരുന്ന് നിലക്കടല പറിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് പറിക്കുന്നത്. സാറ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആ മുട്ടയിലങ്ങോട്ട് കുനിഞ്ഞ് നിന്നിട്ട്, മുട്ടയിലെന്നല്ല എഴുന്നേറ്റിട്ട് കുനിഞ്ഞ് നിന്നിട്ട് അവരുടെ സ്പീഡെന്ന് പറഞ്ഞാൽ മിക്കവാറും ആ ഒരു വയലിൽ ഇട്ടേക്കുന്ന മുഴുവൻ അവർ തന്നെ പറിച്ച് തീർക്കുന്ന പരുവത്തിലാണ്. സ്തോത്രം. ഇവർ ഈ പറിക്കുന്ന സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നിലക്കടല മണ്ണിനടിയിൽ തന്നെ ഇരിക്കും. അതിൻ്റെ ആ ചെടി മാത്രം കൈ കാണുള്ളൂ. കാരണം അത്രയ്ക്ക് സ്പീഡാ. അപ്പോഴേ നമുക്കറിയാം ഇതേ ആരെ വന്നിട്ട് നോക്കുമ്പം സാറ് വരുന്നുണ്ട്. അത് ദൂരേന്ന് സാറ്. പിന്നെ സാറ് നമ്മളെക്കാളും തലമുണ്ടയുള്ള ആളാ. പുള്ളിക്കാരൻ അവിടെ ഉടനെ പോയി തെങ്ങിന് മറിഞ്ഞ് നിൽക്കുമായിരിക്കും. ഇവരെന്നാ കാണിക്കുന്നതെന്നറിയാം കേട്ടോ. ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃഷ്ടിസേവ എന്നാന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ആൾക്കാരുടെ പ്രീതി പിടിക്കാൻ, ആൾക്കാരുടെ നല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ, മറ്റുള്ളവരെ വകഞ്ഞു മാറ്റി ഏറ്റവും നല്ല ആ വ്യക്തിത്വത്തിനുടമയെന്ന 10 പേരുടെ മുമ്പിൽ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അവര് കാണിക്കുന്ന തത്രപ്പാടായത്. എന്നാ നന്നായിട്ട് ജോലി ചെയ്യുന്നവരെ സാർമാർക്കറിയാം, നന്നായിട്ട് ചെയ്യുന്നവരെ അറിയാം. ഇതുപോലത്തെ ഉടായ്പ് കാണിക്കുന്നവരെ അറിയാം. സ്തോത്രം. ഇത് നിലക്കടല കൊട്ടയ്ക്കകത്ത് വരാൻ വേണ്ടിയുള്ള സംവിധാനം, അതിനുള്ള തിരക്കല്ല, തത്രപ്പാടല്ല ഇത്. അവിടെ നേരെ നിൽക്കുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിന്റെ കണ്ണിന്റെ അകത്തേക്ക് കയറാനുള്ള തത്രപ്പാടാ. 7-ാം വാക്യത്തിലിരിക്കുന്ന with good will doing service as to the Lord and not a man. മനുഷ്യർക്കെന്നല്ല, as to the Lord. കർത്താവിനെന്ന പോലെ the will of God from the heart. നല്ല വാക്യാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഓ, എത്ര ഭയങ്കര നോക്ക്. മനുഷ്യർക്ക് പ്രിയമായിരിക്ക വിരുമ്പുകിற
വരകളാകാമൽ. സ്തോത്രം. அவருடைய பார்வைக்கு ஊழியம் செய்யாமல் கிறிஸ்துவின் ஊழியக்காரனாக മനഃപൂർവമായി ദേവനുடைய സിത്തത്തിൻപടി ചെയ്യുങ്ങൾ. കണ്ട, തമിഴ് കൊടുത്തേക്ക് നല്ല വേട അല്ലേ? ദൈവത്തിന്റെ ഹൃദയപ്രകാരം ചെയ്തോളാൻ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ? ഞാൻ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ? വല്ലപ്പോഴും ദൈവത്തിന്റെ ഹിതം ഒന്ന് അന്വേഷിക്കാറുണ്ടോ? അതോ ഈ എഴുതാൻ പോകാത്ത ചുമത്തുമായിട്ട് നടക്കണം? ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ അങ്ങയുടെ റൂട്ടിൽ തന്നെയാണോ? ആണോ? ഞാൻ അങ്ങയുടെ റൂട്ടിൽ തന്നെയാണോ കർത്താവേ? ഒന്ന് ചോദിക്കാവോ? രാവിലെ സമയം നമുക്ക് കണ്ണടയ്ക്കോ, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസലിലേക്ക് അടുത്ത് വരികയാണ്. ഈ രാവിലെ സമയം അങ്ങ് നൽകുന്ന നല്ല ദൈവവചന ചിന്തയ്ക്കായി നന്ദി പറയുന്നു. ഈ പ്രിയപ്പെട്ടവരെ കർത്താവേ, അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുപാട് പ്രവർത്തിച്ചിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് ദുഷിച്ച പേര് ഉണ്ടാക്കിയെന്നല്ലാതെ അവർ ചെയ്തത് കർത്താവേ ഒരിക്കലും ദൃഷ്ടിസേവയല്ലായിരുന്നു. അങ്ങയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയായിരുന്നു. പക്ഷേ ലോക മനുഷ്യൻ അത് മനസ്സിലാക്കാതെ അവരോട് ഒരുപാട് മോശമായി പെരുമാറിയിട്ടുണ്ട്. എന്നാൽ കർത്താവേ, നിനക്കെന്നതുപോലെ അങ്ങേക്കെന്നതുപോലെ മനസ്സോടെ ചെയ്ത ഈ ദൈവദാസനായ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഈ സഹോദരനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഈ സഹോദരിയെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്നതൊക്കെ മനസ്സോടെ ഞങ്ങളുടെ നാമമഹത്വത്തിന് വേണ്ടിയാണെന്നുള്ള ഉറച്ച ബോധ്യം അവർക്ക് ദൈവം കൊടുത്തിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് പകൽ കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതായിക്കോട്ടെ. എല്ലാ കാര്യവും ദൃഷ്ടി സേവ അല്ല, മനസ്സോടെ മനസ്സോടെ ചെയ്യാൻ. എന്നെ സംഗീത ശുശ്രൂഷയ്ക്കൊക്കെ വിളിക്കുന്നവർക്ക് ഞാൻ വണ്ടിക്കകത്ത് ലൈറ്റുമായിട്ടാണ് പോകുന്നത്. 10 ലൈറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം 10 ലൈറ്റ് മതി. ഒരു 500 പേര് കൂടുന്ന മീറ്റിങ്ങിന് 10 ലൈറ്റ് ധാരാളം മതി. അപ്പം വലിയ ലൈറ്റാണ്, LED ലൈറ്റാണ്. അപ്പം ഈ ലൈറ്റ് എടുത്തുകൊണ്ട് ഞാൻ പോകും. അപ്പം എന്നോട് അവർ ചെയ്യുമ്പോൾ പക്ഷേ ലൈറ്റൊന്നും വേണ്ട പാസ് എന്ന് പറയും. ഈ പറയുന്ന ആൾക്കാർ അതിനെ മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് പക്ഷേ ഒരു 5 ലൈറ്റ് നമുക്ക് ഇട്ടാലോ എന്ന് ചോദിക്കും. കാരണം എന്താ അറിയും, വെളിച്ചം കുറവാണ് അവിടെ. അപ്പം ഞാനിതെന്തിനാ എടുത്തിട്ട് പോകുന്നത്? മനസ്സോടെ എവിടെ പോയാലും ഏത് ശുശ്രൂഷയ്ക്ക് ആര് വിളിച്ചാലും, അതിനിപ്പം സംഗീത ശുശ്രൂഷയാണ് ഞാൻ അധികം ചെയ്യുന്നത്. എനിക്കതാണ് ഇഷ്ടം. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ തന്നെ വചന ശുശ്രൂഷ ഞാൻ ചെയ്യാറുണ്ട് പലയിടത്തും. എവിടെ എന്ത് ശുശ്രൂഷയ്ക്ക് ആര് വിളിച്ചാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടാണ് പോകുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരു കീബോർഡ് എടുത്തിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ ഞാൻ അങ്ങനെയല്ല അവിടെ ചെല്ലുന്നത്. എല്ലാ സംവിധാനം എന്നെ കൊണ്ട് ആ കർത്താവിൻ്റെ പരിപാടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് മൊത്തം എടുത്തിട്ട് ഞാൻ പോകുന്നത്. മനസ്സോടെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനസ്സോടെയാണെങ്കിൽ ആ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.